നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നിക്കോ വില്യംസ് എഫ് സി ബാഴ്സലോണയിൽ ചേരാൻ തയ്യാറാണ്. ബാഴ്സയ്ക്ക് ഇപ്പോൾ ഇതൊരു അവസരമാണ് സ്ഥിരീകരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നു ഇറ്റാലിയൻ ഫുട്ബോൾ ജേർണലിസ്റ്റ് ഫബ്രീസിയോ റൊമാനോ. അതിനു മുമ്പ് തന്നെ സ്പോർട്ട് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. സ്പോർട്ട് റിപ്പോർട്ട് ചെയ്തത് ബയേണുമായിട്ട് 2 തവണ മീറ്റിംഗ് നടത്തിയതിനു ശേഷം നിക്കോ വില്യംസ് ബാഴ്സലോണയുമായിട്ട് ഇന്ന് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു. ലാമിൻ യമാല്, നിക്കോ വില്യംസും യമാലും ചേർന്ന് നിൽക്കുന്ന ചിത്രമൊക്കെ പങ്കുവച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. ഫബ്രീസിയോ ഇപ്പം ഇത് സ്പോർട്ടിനെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. അപ്പം പിന്നീട് ഫബ്രീസിയോ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ നൽകുന്നുണ്ട്. ബാഴ്സലോണയ്ക്ക് ക്ലിയർ മെസ്സേജ് പ്ലെയറിൽ നിന്ന് ലഭിച്ചിരിക്കുകയാണ്, അതായത് നിക്കോ വില്യംസിൽ നിന്ന് ലഭിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഈ സമ്മറിൽ ബാഴ്സലോണയിലേക്ക് ചേരാൻ തയ്യാറാണ്. ബയേൺ അതേസമയം ഇനിയും എഫേർട്ട് എടുക്കാൻ തയ്യാറാണ്. അതുപോലെ തന്നെ ആഴ്സണലിൻ്റെ ലിസ്റ്റിലും ഇപ്പോൾ നിക്കോ വില്യംസ് ഉണ്ട്. ബാഴ്സയ്ക്ക് എന്തായാലും ഇതൊരു ക്ലിയർ ചാൻസ് ആണ്. അതേസമയം അദ്ദേഹത്തിൻ്റെ ക്ലബ്ബായിട്ടുള്ള അത്ലറ്റിക് അദ്ദേഹത്തെ കൈവിടാതിരിക്കാൻ പുതിയ ഓഫർ കൊടുക്കാൻ നേരത്തെ തന്നെ തയ്യാറായതുമാണ് എന്ന കാര്യം ഫബ്രീസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പം 3-4 ഓപ്ഷൻസ് നിക്കോ വില്യംസിൻ്റെ മുന്നിലുണ്ട്. ഒന്ന്, ബയേൺ മ്യൂണിക്ക് താരത്തെ കൊണ്ടുപോകാൻ തയ്യാറാണ്. ആഴ്സണൽ അദ്ദേഹത്തെ അവരുടെ വിഷ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത്ലറ്റിക് അദ്ദേഹത്തിന് പുതിയ ഓഫർ കൊടുക്കാൻ തയ്യാറാണ്. അങ്ങനെ ഇരിക്കെയാണ് താരത്തിന് ബാഴ്സയിൽ ചേരാനുള്ള താല്പര്യമുള്ളത്. അത് അദ്ദേഹം കൃത്യമായിട്ട് ബാഴ്സയെ അറിയിച്ചിട്ടുണ്ട് എന്ന് ഫബ്രീസിയോ പറയുന്നു. ഇനി എന്ത് സംഭവിക്കും കാത്തിരുന്ന് കാണണം. കാരണം കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ നന്നായിട്ട് ബാഴ്സലോണ നിക്കോ വില്യംസിനെ കൊണ്ടുപോകാൻ ശ്രമിച്ചതാണ്. പക്ഷെ അതന്ന് സംഭവിച്ചില്ല. അന്ന് നിക്കോ വില്യംസിന് അവിടം വിട്ടു പോകാൻ താല്പര്യമുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അദ്ദേഹം താല്പര്യപ്പെടുന്നു. ബാഴ്സയുടെ ഭാഗത്ത് എന്ത് നീക്കമുണ്ടാവും കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.